പൂനെയിലെ EY കമ്പനിയിലെ ജോലിയും ഭാരം താങ്ങാനാകാത്തതാണ് മകൾ അന്ന സെബാസ്റ്റ്യന്റെ മരണകാരണമെന്ന് പിതാവ് സിബി ജോസഫ്. ജോലിഭാരം കാരണം കൃത്യസമയത്തും ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിഞ്ഞിരുന്നില്ല. കമ്പനിക്കെതിരെ തൽക്കാലം നിയമ നടപടികൾക്കില്ലെന്നും സിബി ജോസഫ് പറഞ്ഞു. ജൂലൈ 20-നാണ് അന്ന സെബാസ്റ്റ്യൻ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. അന്നയുടെ മാതാവ് കമ്പനി സിഇഒയ്ക്ക് അയച്ച കത്ത് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിവിധ മേഖലകളിലെ അമിത ജോലിഭാരം എത്രത്തോളം അവിടെയുള്ള ജോലിക്ക് നിൽക്കുന്നവരെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു എന്നത് വലിയ ചർച്ചകൾ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് അന്ന സെബാസ്റ്റ്യന്റെ മരണം വീണ്ടും ചർച്ചയാകുന്നത്. അമിത ജോലിഭാരമാണ് അന്നയുടെ ജീവൻ എടുത്തത് എന്ന ആരോപണമാണ് മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. ഈ അന്നയുടെ ജോലി അവിടെ എത്രത്തോളം വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതായിരുന്നു, എങ്ങനെയാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം? ഇവിടെ മാർച്ച് 18-നാണ് ജോയിൻ ചെയ്തത്. ആദ്യത്തെ കുറച്ച് ദിവസത്തോളം ഓറിയൻറ്റേഷനായിരുന്നു. അതിന് ശേഷമാണ് ഇവർ ഓഡിറ്റിങ് തുടങ്ങിയത്. ആ ഓഡിറ്റിങ് ചെയ്യുമ്പോൾ രാത്രി 12 മണി വരെയാണ് കമ്പനിയിൽ ഇരുന്ന് ഓഡിറ്റ് ചെയ്യേണ്ടത്. പിന്നെ തിരിച്ചവളുള്ള റൂമിലെത്തുമ്പോൾ 1:30 മണിയെങ്കിലും ആവും. അതിന് ശേഷവും അഡീഷണൽ വർക്ക് കൊടുക്കും. ഇങ്ങനെ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഉറക്കമില്ലായ്മയും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ. ഇതിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും? ഇല്ല, നേരത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സമയം നമ്മളിപ്പോൾ കമ്പനിക്കാരെ അറിയിച്ചപ്പോൾ കമ്പനിയുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? കമ്പനിക്കാരെ വെച്ചാൽ കമ്പനിയുടെ ചെയർമാൻ അന്ന് മെയിൽ അയച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിഞ്ഞത് തന്നെ. പിന്നെ കമ്പനി ചെയർമാൻ ഓവർസീസിലായിരുന്നു ഞാൻ മെയിൽ കിട്ടിയപ്പോൾ. പുള്ളി തിരിച്ചു വന്നിട്ട് പുള്ളിന് നടപടി എടുത്തോളാം എന്നാണ് പുള്ളി മറുപടി വന്നേക്കുന്നത്. ഒരു ഫോറം ഉണ്ടാക്കിയോളാം. മാനേജർമാരുടെ ഒരു സമ്മർദ്ദമാണോ ഇക്കാര്യത്തിൽ? അല്ലെങ്കിൽ വർക്ക് അലോട്ട് ചെയ്യുന്ന മാനേജർമാരാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ വർക്കൊക്കെ അലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഇവളുടെ ടീമിലാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. സാർ, ഇക്കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും നിയമ നടപടിയിലേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചില്ല? നിയമ നടപടിയൊന്നുമില്ല. ഞങ്ങളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കരുത്, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിലവിൽ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടങ്ങൾക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി വരരുത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോരാട്ടത്തിനായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത് എന്ന് അന്നയുടെ മാതാപിതാക്കൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.